കണ്ണൂരിലെ തലശ്ശേരി കടലോരത്ത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ലഹരി കേന്ദ്രമുണ്ട്. SK-40 യാത്രയുടെ ഭാഗമായി അത് അധികാരികൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചിരുന്നു. ലഹരി മാഫിയയുടെ കേന്ദ്രമായ ആ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ അന്വേഷണം. തലശ്ശേരി നഗര കേന്ദ്രത്തിലുള്ള ഒരു ലഹരി കേന്ദ്രമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ലഹരി സംഘത്തിന്റെ വിഹാര കേന്ദ്രത്തിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. കഞ്ചാവ് ഉപയോഗിച്ച് ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നു. വിളിച്ചെഴുന്നേൽപ്പിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിച്ച കാര്യം അയാൾ തന്നെ സമ്മതിച്ചു. ഒരു പാക്കറ്റ് ഒരു പൊടിക്ക് നമ്മൾ മേടിച്ച് ശീലിച്ചു പോയി. എന്ത് ചെയ്യാനാ, പൊട്ടുപോയതായി. നമ്മളിപ്പോ ഒരു പെരിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് ഇവര് ഇങ്ങനെ ഒരു അടിമപ്പെട്ട പോലെ ആക്കിക്കളഞ്ഞു. നമ്മളിത് നിർത്താൻ വിചാരിച്ചാലും കയ്യിലായി. ഈ കാണുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമല്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണിത്. തലശ്ശേരി പോർട്ട് ഓഫീസിലെ ജീവനക്കാർക്ക് താമസിക്കാനാണ് ഇതൊരുക്കിയത്. കാലക്രമേണ കെട്ടിടം ഉപയോഗിക്കാതെയായി. ഇപ്പോൾ ഉപയോഗം ലഹരി സംഘങ്ങൾക്കു മാത്രം. ലഹരി മരുന്ന് ഉപയോഗത്തിനുള്ള സിറിഞ്ചുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ മാത്രമല്ല, ഈ കെട്ടിടത്തിലാകെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇത് പോർട്ടിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലവും അതുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങാണ്. പക്ഷെ അത് ഉദ്ഘാടനം കഴിഞ്ഞ് എന്നല്ലാതെ അത് താമസങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ മേഖല മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളും അതോടൊപ്പം അത് വിപണനം ചെയ്യുന്ന ആളും തന്നെയാണ്. ഒരു ഭാഗത്ത് മുഴുവനായിട്ട് വേസ്റ്റ് ഡംപിങ്, മറ്റൊരു ഭാഗം ലഹരി കേന്ദ്രം. ബന്ധപ്പെട്ട പോർട്ടിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് എൻ്റെ വാർഡിൽ നിന്നും ഇതിനെ മാറ്റം ചെയ്യണം. സർക്കാർ സ്പോൺസേഡ് ലഹരി കേന്ദ്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണ്. ഇനിയെങ്കിലും നടപടി സ്വീകരിക്കണം. തലശ്ശേരിയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഈ പറയുന്ന പ്രദേശത്ത് നമ്മൾ പോയിരുന്നു. മാത്രമല്ല, അവിടെ ഒരു അന്വേഷണമൊക്കെ നടത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യം അത്ര നല്ലതല്ലെന്നൊക്കെ ചില ആളുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? മാത്രമല്ല, ഇത് അത്യാവശ്യം ഭ്രാന്താണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, ഭ്രാന്തന്മാരാണല്ലോ ലോകത്തെ മാറ്റിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, പറയൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ SK-40 യാത്രയുടെ ഭാഗമായി ഈ തലശ്ശേരിയിലെ ലഹരി കേന്ദ്രം, ഇത് തലശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഇടമുള്ളത്. അതായത് അവിടെ കടലോരത്തിനും മാർക്കറ്റിനോടും ചേർന്ന സമീപത്താണ് ഈ ലഹരി കേന്ദ്രമുള്ളത്. അത് മുമ്പ് ഈ പോർട്ട് ജീവനക്കാർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കെട്ടിടമാണ്. ആ കെട്ടിടമാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ താവളമായി ഉപയോഗിക്കുന്നത്. ഇതിൽ പലതവണ നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളൊക്കെ പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകുന്ന ഘട്ടത്തിൽ പോലീസും എക്സൈസും ഒക്കെ പരിശോധന നടത്തും. പക്ഷേ പിന്നീടും ആ കേന്ദ്രം അത് പൂർണ്ണമായും ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇതിലൊരു പരിഹാരം ഉണ്ടാകൂ. നമ്മളിപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെ പോയപ്പോൾ ഒരു ലഹരി ഉപയോഗിച്ചുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അയാൾ നമ്മോട് സംസാരിക്കുകയും എന്തിനാണ് അവിടെ വന്ന് കിടക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകളും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള സിറിഞ്ചുകൾ, മറ്റ് ലഹരി ഉപയോഗത്തിനുള്ള
മറ്റു ഉപകരണങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവിടെ കൃത്യമായി തുണിയൊക്കെ പിരിച്ച് അങ്ങനെ ഒരു പ്രത്യേക കേന്ദ്രം പോലെ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി സർക്കാർ സ്പോൺസേഡായ ഒരു കേന്ദ്രമാണ് ഈ തലശ്ശേരി മാർക്കറ്റിന് സമീപമുള്ള ഈ കെട്ടിടം. എന്തായാലും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കൃത്യമായ നടപടി, എന്തെങ്കിലും പരാതി ലഭിക്കുമ്പോൾ പോയിട്ടുള്ള പരിശോധനയല്ല, ആ പരിശോധന നടത്തുമ്പോൾ ചിലപ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം, അതായത് ആ കെട്ടിടം തന്നെ മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം. അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കൃത്യമായ നടപടി ഉണ്ടായാൽ മാത്രമേ തലശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ കേന്ദ്രം പൊളിച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ. പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. തലശ്ശേരി നഗരസഭാ കൗൺസിലർ ഫൈസൽ പുനത്തിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഫൈസൽ. ശരിക്കും യഥാർത്ഥത്തിൽ ഈ നഗരസഭ ചില ധീരമായ നടപടികൾ ഇക്കാര്യത്തിൽ എടുത്തിരുന്നു, എന്നാൽ അത് ഒരുപാട് ഫലം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും ഇത് പോർട്ടിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്, നഗരസഭയുടെ കീഴിൽ വരുന്ന സ്ഥലമല്ല. ഇത് പോർട്ടിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് നഗരസഭക്ക് ഒരു ശക്തമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റാത്തത്. നഗരസഭ ഒരുപാട് തവണ ഇതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് ഈ ഒരു വിഷയം ആരോപണം ഉന്നയിച്ച് ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നാളിതുവരെയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. ഈ പോർട്ടിന്റെ സ്വാധീനത്തിലാണ് ആ കെട്ടിടം എന്ന് അന്ന് എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്നത് അവരുമായിട്ട് സംസാരിച്ചു, കാരണം ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കേണ്ടതാണല്ലോ. പോർട്ടുമായി സംസാരിച്ച് നിങ്ങൾക്കൊരു വേ ഔട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പോർട്ടിന്റെ ആൾക്കാരുമായി സംസാരിച്ചിരുന്നു. അവർക്ക് ആധികാരികമായിട്ട് ലെറ്റർ പേഡിലെ വിഷയം, ഈ പ്രയാസം അവർക്ക് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ നാളിതുവരെയായിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല. ആ ഒരു മേഖലയിൽ രണ്ട് വിപത്തുകളാണ്. ഒന്ന്, ലഹരി മാഫിയ കൈയടക്കിയ ഒരു ഭാഗം, ആ ബിൽഡിംഗ് അടക്കം. രണ്ടാമത്തെ ഒരു ഭാഗം മുഴുവനായിട്ട് തലശ്ശേരി നഗരത്തിലെ ഒരുവിധം മാലിന്യങ്ങളൊക്കെ ഡംപ് ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് പേര് ഉപജീവനം നടക്കുന്ന മത്സ്യ മാർക്കറ്റിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അവിടെയാണ് എണ്ണേജ് കണക്കിന് വേസ്റ്റ് ഇങ്ങനെ കൂമ്പാരമായിട്ടുള്ളത്. ഈ ഒരു പോർട്ടിന് അധീനതയിലുള്ള ഈ ഒരു സ്ഥലം ഏകദേശം ഒരു 10-25 സെന്റ് സ്ഥലമുണ്ടാകും. ഇതിൽ പകുതിയോളം ബിൽഡിങ്ങും ബാക്കി പകുതിയിൽ ഏറെ സ്ഥലത്തും രണ്ട് വിപത്തുകളാണ്. ഒന്ന് ലഹരി മാഫിയ കൈകാര്യം. ഫൈസൽ പുനത്തിൽ ഒരു കാര്യം കൂടി, എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പായി പോർട്ട് അധികൃതരുമായി ബന്ധപ്പെടും. നിങ്ങൾ കൂടി തലശ്ശേരി നഗരസഭ കൂടി അവരുമായി ബന്ധപ്പെടുക. എന്തുകൊണ്ടാണ് പോർട്ട് ഇത്തരമൊരു നിലപാടെടുക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങളുടെ പ്രതിനിധി ചോദിച്ചറിയും. നിങ്ങൾ നിങ്ങളുടെ തലത്തിൽ കൂടി നീങ്ങുക. എന്തായാലും ഈ തലശ്ശേരിയിലെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കേന്ദ്രത്തിന് ഷട്ടർ ഇടണം, തടയിടണം. ഓക്കെ, താങ്കളുടെയും താങ്കളുടെ നഗരസഭയുടെയും പ്രവർത്തനം ഈ കാര്യത്തിൽ വേണമെന്ന് ഞങ്ങൾ അതിശക്തിയായി ആവശ്യപ്പെടുകയാണ്.